നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു. കേസിൽ പ്രോസിക്യൂഷന് ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല. 8 വർഷവും 8 മാസവും പിന്നിടുമ്പോഴാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിർണായക ഉത്തരവ് വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ബിനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ബിനിൽ, ഈ കോടതി വിധി എല്ലാവരും ഉറ്റുനോക്കിയതാണ്. അപ്പോൾ വിധി വരുന്ന സമയത്ത് ദിലീപ് കുറ്റവിമുക്തനാകപ്പെടുകയാണ്. അവിടെ ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാനേ ആകുന്നില്ല. ഇതിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഇനി 12-ാം തീയതി മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കോടതി ഇന്ന് ഈ കേസ് വിധിക്കായി, അല്ലെങ്കിൽ കുറ്റക്കാരാരാണ്, കുറ്റവിമുക്തരാരെന്ന് പരിഗണിക്കുമ്പോൾ എന്തൊക്കെയുണ്ടായി കോടതിയിൽ ബിനിൽ? പ്രതീക്ഷ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് കോടതി ഇതിന്റെ നിർണായകമായ വിധി പ്രസ്താവത്തിലേക്ക് പോയത്. കൂടി വന്നാൽ ഒരു 10 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് അത് നീണ്ടില്ല. ആദ്യ കേസായി തന്നെ SC 118/2018, അതായത് നടിയെ ആക്രമിച്ച കേസ് കോടതി വിളിക്കുകയായിരുന്നു. ജഡ്ജി ഹണിയം വർഗീസ് കൃത്യം 11 മണിക്ക് കോടതി മുറിക്കുള്ളിലേക്ക് എത്തി. തൊട്ടു പിന്നാലെ തന്നെ ഈ കേസിൽ വിചാരണ നേരിട്ട 10 പ്രതികളെയും പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തി. കോടതി ആദ്യം പറഞ്ഞത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കാര്യമാണ്. അപ്പോഴും സസ്പെൻസ് ഉണ്ടായിരുന്നത് 8-ാം പ്രതിയായ ദിലീപിന്റെ കാര്യത്തിലാണ്. 1 മുതൽ 6 വരെ പ്രതികൾ, അവരെ കോടതി സെപ്പറേറ്റായി കാണാനുള്ള കാരണം എന്നത് അവരാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. അവരുടെ കാര്യത്തിൽ ഓരോരുത്തരുടെയും അവർക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റം, അത് അവർ കുറ്റക്കാരാണോ എന്നതാണ് കോടതി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ദിലീപിലേക്ക് വരുന്നത്. അതിനു മുൻപ് 7-ാം പ്രതി ചാർലി തോമസ്, ഈ കേസിലെ 1-ാം പ്രതി പൾസറിനെയും 4-ാം പ്രതി വിജേഷിനെയും കോയമ്പത്തൂരിൽ ഒളിവിൽ പാർപ്പിച്ച ചാർലി തോമസിനെ വെറുതെ വിടുന്നുവെന്ന് കോടതി പറഞ്ഞു. അതിനുശേഷമാണ് 8-ാം പ്രതിയിലേക്ക് വരുന്നത്. അവിടെയായിരുന്നു ഏറ്റവും ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിരുന്നത്. 8-ാം പ്രതിക്കെതിരായ ആദ്യ കുറ്റം, അതായത് ക്രിമിനൽ ഗൂഢാലോചന, ആ കുറ്റം ചുമത്തിയിരിക്കുന്ന കാര്യം കോടതി പറയുന്നു. അതിൽ നിന്ന് അക്വിറ്റ് ചെയ്തിരിക്കുന്നു, അതായത് വെറുതെ വിട്ടിരിക്കുന്നു എന്നതാണ് കോടതി പറഞ്ഞത്. ഉടനെ കോടതി മുറിക്കുള്ളിൽ വലിയൊരു ദീർഘനിശ്വാസമാണ് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അദ്ദേഹം പ്രതിക്കൂട്ടിൽ അദ്ദേഹത്തിന്റെ അനിയൻ അനൂപ്, അങ്ങനെ സുഹൃത്തുക്കൾ, അഭിഭാഷകരെല്ലാവരും ചേർന്ന് തന്നെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം, നമുക്ക് കാണാം, ദിലീപ് ഒരു പ്രാർത്ഥനയോടെ നിൽക്കുന്നതാണ് നമുക്ക് ആ സമയത്തൊക്കെ കാണാൻ കഴിയുന്നത്. പെട്ടെന്ന് തന്നെ വലിയൊരു ആശ്വാസമുണ്ടായ ഒരു പ്രതീതി ദിലീപിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ സഹോദരന്റെയൊക്കെ ഭാഗത്തു നിന്നും വരുന്ന കാഴ്ചയാണ് നമുക്ക് ആ കോടതി മുറിക്കുള്ളിൽ കാണാൻ കഴിഞ്ഞത്. പിന്നീട് അധികം വൈകില്ല, കോടതി നടപടികൾ അവസാനിപ്പിക്കുന്നു. കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 6 പ്രതികൾ, പൾസർ സുനി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലീം, പ്രദീപ്, ഇവരെ 6 പേരെയും കോടതി മുറിക്കുള്ളിൽ നിർത്തി ബാക്കി എല്ലാവരെയും കോടതി പുറത്തേക്ക് വിടുകയും ഇതിന്റെ ശിക്ഷാ പ്രഖ്യാപനം 12-ാം തീയതി, അതായത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ തലേന്ന് കോടതി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അന്നായിരിക്കും ഇതിന്റെ വിധി പ്രസ്താവം പൂർണ്ണരൂപത്തിൽ പുറത്തേക്ക് വരിക. അപ്പോഴായിരിക്കും എന്തൊക്കെ കാര്യകാരണങ്ങളാണ് ഈ കേസിൽ ദിലീപിനെ വെറുതെ വിടാനായി കോടതി മുന്നോട്ടെടുത്തിരിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, 3 കുറ്റപത്രങ്ങളാണ് ഈ കേസിലുള്ളത്. ആദ്യത്തെ കുറ്റപത്രത്തിൽ ദിലീപ് പ്രതിയോ സാക്ഷിയോ ഒന്നുമായിരുന്നില്ല. ആ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട 6 പ്രതികളുമുള്ളത്. ആ കുറ്റപത്രമാണ് ഇപ്പോൾ സെഷൻസ് കോടതി അംഗീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം കുറ്റക്കാരായി വിധിക്കപ്പെടുന്നു. പൾസർ സുനിയൊക്കെ പിടികൂടുന്ന മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും എത്ര വാർത്തകളാണ് ഇതിനോട് ചേർന്നുണ്ടായത്. അപ്പോൾ ഈ ശിക്ഷാവിധി വരുന്ന ദിവസം, ഇപ്പോൾ ഇതിനു മുൻപ് വരെ പൾസർ സുനിയുടെ അമ്മ ഒരു കോടതിയെ സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതു വിധത്തിലുള്ള ഒരു ശിക്ഷാവിധിയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? ഈ 6 പേരും തുല്യ രീതിയിൽ കുറ്റക്കാരെന്ന നിലയിലാണോ കോടതി കണക്കാക്കുന്നത്? തീർച്ചയായും ദിവിഷ്, ഈ 6 പ്രതികൾക്കെതിരെയും പ്രോസിക്യൂഷൻ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും കോടതി മുമ്പാകെ തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടാൻ വേണ്ടി പ്രോസിക്യൂഷൻ വാദമുയർത്തുകയും ചെയ്യും. പരമാവധി ശിക്ഷയിലേക്ക് പോയാൽ അത് ജീവപര്യന്തമാണ്. ആ ജീവപര്യന്തം ശിക്ഷയിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ കേസിലെ 1-ാം പ്രതി പൾസർ സുനിയുടെ കാര്യത്തിൽ അത് ഏതാണ്ട് ഉറപ്പാണ് എന്ന രീതിയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. കാരണം കോടതിയിൽ പ്രോസിക്യൂഷൻ ശക്തമായ വാദം ഉന്നയിക്കും. ഈ 1-ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തെളിവുകളുണ്ട് എന്നതാണ്. ആ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ പൂർണ്ണമായും ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളിലും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതോടുകൂടി വ്യക്തമാകുന്നത്. ഇതിൽ കുറഞ്ഞ ശിക്ഷ എന്നത് 20 വർഷമാണെന്ന് നമ്മൾ ഓർക്കണം. അതിനപ്പുറത്തേക്കാണ് ഇനി ശിക്ഷ വരാനുള്ള ഏറ്റവും വലിയ സാധ്യത നിലനിൽക്കുന്നത്. 20 വർഷമോ ജീവപര്യന്തമോ, ഇതിലേതാണ് ഈ പ്രതികൾക്ക് കിട്ടാൻ പോകുന്നത് എന്നതാണ് ഇനി അറിയേണ്ടത്. ശരി, വളരെ